ജയിൽ മോചിതയായ ശേഷം അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ ആലപ്പുഴയിലെ വീട്ടിലേക്കാണ് സരിത വന്നിരുന്നതെങ്കിലും ഇപ്പോൾ അവിടെയില്ല. തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ സരിതയുടെ സ്വന്തം വീട്ടിൽ അമ്മയും മക്കളുമൊത്താണ് സരിതയുള്ളതെന്ന് സൂചനകളുണ്ട്. എന്നാൽ ഇക്കാര്യത്തിലും വ്യക്തതയില്ല. ഇന്ന് എറണാകുളത്തേക്ക് പോയി ഹൈക്കോടതി അഭിഭാഷകരെ കണ്ട് നിയമോപദേശം തേടിയേക്കുമെന്നും വാർത്തകളുണ്ട്. സരിത ഇപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നില്ല. കേസ് സംബന്ധിച്ച് ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നായിരുന്നു അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കുറവാണ്. തന്നെയോ സരിതയെയോ രാഷ്ട്രീയക്കാരോ സോളാർ കേസിലെ ആരോപണ വിധേയരോ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ഫെനി ബാലകൃഷ്ണൻ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ നീക്കങ്ങൾ വിലപേശലിനാണെന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിലും ലഭിക്കുന്ന വിവരം. മാധ്യമങ്ങളെ കരുവാക്കുകയാണ് സരിതയെന്നും ആക്ഷേപമുണ്ട്. സോളാർ തട്ടിപ്പിന് സമാനമായി കാറ്റാടി യന്ത്രം നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ സരിതയ്ക്കെതിരെ ഹോസ്ദുർഗ് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. മാർച്ച് 24-നുള്ളിൽ സരിതയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനാണ് ഉത്തരവ്. വാറന്റ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്ന പുതിയ നീക്കങ്ങളൊന്നും സരിതയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയില്ല. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.